അല്ലേ തുന്നുന്നത്? ഈ അമ്പലത്തിന്റെ കൊടിയിലേക്ക് വന്നത് എങ്ങനെയാണ്? അമ്പലത്തിന്റെ കൊടിയിലേക്ക് ക്രമേണ ഒരു ഒരു 5-6 കൊല്ലം കഴിഞ്ഞ ശേഷം 5-6 കൊല്ലം കഴിഞ്ഞ ശേഷം അത് ആരെങ്കിലും വന്ന് ആവശ്യപ്പെട്ടതാ? ഒരാൾ ആവശ്യപ്പെട്ടന്നെ. ഒരു മുണ്ടയാടൻ കൃഷ്ണൻ, അമ്പലത്തിൽ നേരത്തെ കൃഷ്ണന്റെ പേരിൽ അയാൾ അച്ചു ഇങ്ങനെ എന്നെക്കാട്ട് 10-15 വയസ്സ് ജാസ്തിയില്ല. അമ്പലത്തിൽ നേരൊക്കെ ആ ഗോപുരമില്ലേ, ആ ഗോപുരത്തിൽ തൊട്ടിപ്പറങ്ങുന്ന ഒരു വീട്ടിൽ ഒരു കൃഷ്ണന്റെ പേരിൽ അയാൾ മുണ്ടാടി കൃഷ്ണൻ അയാൾ പറഞ്ഞു, അവിടെ അച്ചോടെ നീ ഒരു കൊടിക്കൂര വെക്കണം, എൻ്റെ വക എൻ്റെ ഒരു കൊടിക്കൂര വെക്കണം, നീ എന്താ ഇക്കൊന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ നോക്കാം കൃഷ്ണട്ടാ, ഞാൻ നോക്കാം. എനിക്കൊരു ധൈര്യം തുന്നെ പഠിക്കാനല്ലേ പഠിക്കാൻ. അന്ന് തന്നെ ഞാൻ സമുദായിനെ പറഞ്ഞത് മാനേജർ അന്നത്തെ സമുദായം കണ്ടു. പഴയ കോഴിക്കോട് പഴയക്ക് അച്ചൂട്ടി ഞങ്ങൾ എടുത്തോണ്ട് പോയിക്കോ, ഞാൻ തുറന്നേരാം. ആൾമാർ തുറന്ന് എനിക്ക് കൊടുക്കുമായിരുന്നു. ഞാൻ കൊണ്ടുവച്ചോ എന്നിട്ട് അവിടുന്ന് പിന്നെ നോക്കിയത് എന്താ ചെയ്യോ, കുറച്ച് പോലായി ഏതായാലും ഒന്ന് പുതിയ കിട്ടിയില്ലേ, അതിനെ കൊണ്ടുപോയിക്കോ. ദിവസം വെക്കല്ല അയാളെ കൃഷ്ണൻ പിറവ് ചത് നോക്കിയിട്ട് അങ്ങനെയാണ് ആദ്യമായിട്ടൊന്ന് അങ്ങനെ അന്നത്തെ കുറെ പണിയുണ്ട്. അത് അറിഞ്ഞതിന് ശേഷം അതിപ്പോ ഇവിടെ തയ്ച്ചു കൊടുത്തതിന് ശേഷം അന്ന് ഈ ചത്തം ഇപ്പം സ്റ്റീലാണ്. അന്ന് ഈ സ്റ്റീൽ നേർപ്പാടൊന്നുമില്ല, പാടണമെന്ന് പറയില്ല, അത് ഉപയോഗിക്കാൻ പാടുന്നു. അന്ന് ചൂരലാണ്. ഈ ചൂരൽ ഇവിടെ ആലക്കൊണ്ടോളം പോയിട്ട് ആ വണ്ണം കൃത്യമായിട്ട് കിട്ടുന്ന ചൂരിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അയച്ചു വരും. ആലക്കൊണ്ടോളം പോയി അതിനകത്ത് അത് ഇടിയ വിവാഹത്തിൽ കഴിഞ്ഞ് ചൂരിലുണ്ട് വണ്ണുള്ള ചൂരിൽ. മറ്റേ ഇതിന് കിട്ടുന്ന വണ്ണം കണക്കായിട്ടില്ല, കിട്ടുന്നില്ല. ഇതാണ് വലിയ കുറച്ച് വള്ളി മേടിച്ച് ഇത് കൊണ്ടുവന്ന് അത് ചൂടാക്കി എന്തെങ്കിലും വെച്ച് അത് കൃത്യമായിട്ട് ഇങ്ങനെ വെച്ച ശേഷം അത് നീങ്ങാതിരിക്കുമ്പോൾ അപ്പുറം ഇപ്പുറം പല കഷ്ടമെല്ലാം വെച്ച് അത് വെച്ചു. ഒരു 2 ദിവസം കഴിയുമ്പോൾ അത് വലിയ നീങ്ങാണ്ടായി. പിന്നെ തുണി ഇട്ട് കഴിഞ്ഞാൽ അത് നിൽക്കും. 70 വർഷം മുമ്പുള്ള ആദ്യമായിട്ട് കൊടിക്കൂറ തുന്നിയതാണ് ഈ പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആളുകൾ അറിഞ്ഞു വരാൻ തുടങ്ങി. തന്ത്രി പറഞ്ഞു ലോഹം പാടില്ലാത്തൊന്നുമില്ല, 7 ലോകം ക്ഷേത്രത്തിൽ പഞ്ചലോഹം നിർബന്ധമാണ്, വിഗ്രഹം പോലും പഞ്ചലോഹമാണ്. അങ്ങനെ സ്റ്റീലിൻ്റെ അങ്ങനെ സ്റ്റീലും എന്ത് വേണമെച്ചാൽ വരെ എന്ത് വേണമെച്ചാൽ എടുക്കാം, സൗകര്യം പോലെ. അതൊന്നും അതൊരു കണക്കൊന്നുമല്ല. കൊടിക്കൂറുണ്ട് നീളവും വീതിയും പിന്നെ കണക്ക് വെച്ചാൽ മതി. മറ്റേ അത് നീളത്തിനനുസരിച്ച് കൊടിക്കൂറ വേണം. അത് പറഞ്ഞാൽ നീ ചോദിച്ചാൽ അന്നേരം പറഞ്ഞുതരുകയും ചെയ്യാം. എന്താ തന്ത്രി പോത്തോട്ടിലെ എന്നപ്പാ പാണ്ടിങ്ങനെ പോയിരുന്ന ആൾ അയാൾ പ്രധാനപ്പെട്ട തന്ത്രിയാണ്. ഈ കൊടിക്കൂര അല്ലാതെ ഉഷ്ണിപീഠം അല്ലെ, ഈ തിടമ്പിന്റെ താഴെ ഇങ്ങനെ വെക്കുന്നവരെ അതിന്റെ ആ കവറ് തയ്യാറാക്കി കൊടുക്കണം. മറ്റേ മരമാണ്. ഓ അത് ശരി. മരത്തിന്റെ തൊപ്പി ഈ തലയിൽ മരത്തിന്റെ ചുറ്റോടി എടുത്തു. പിന്നെ അധികവും ഈ എന്താ കുമ്പത്താണ് എടുത്തത്. കുമ്പത്തിന്റെ മരം അല്ലെങ്കിൽ പ്ലാവാൻ വേവിച്ച് കൂടും. കുതുബ എന്നപ്പോ ഇപ്പൊ എന്നപ്പോ പേര് കുമുതാകുമ്പോൾ അങ്ങനെ വേവിക്കും, വിഷം വരില്ല. അത് എങ്ങനെ വേണിച്ചാൽ ചെത്തി വിറ്റാക്കാൻ പറ്റും. കുമുത് വേടിയും കീറൊന്നും വരില്ല. കുമുതിന് രാവിലെ ഇങ്ങനെ കീറി വരില്ല. അപ്പം അത് ഞാൻ ചെത്തി വിറ്റാക്കിയിട്ട് കുഴിയാക്കി വെച്ചു. പിന്നെ പീഠം ഉറപ്പിക്കുന്നതിന് ഉള്ളിൽ 4 ചതുരക്ക് എത്തിയാലിങ്ങനെ വെറും കട്ടിയിൽ വെച്ചിട്ടും അത് അമർത്താതെ വെച്ചാൽ അതാണ് ഉറച്ചു നിൽക്കും. അപ്പോൾ അതിന് കണക്കായിട്ട് അതിൻ്റെ അളവെടുത്തിട്ട് ഇവിടെ ഇതെല്ലാം അടിച്ച ശേഷം ആ മരത്തിനെ മുകളിൽ ഒരു ലേശം പൊന്തിച്ചാട് വെക്കും. അപ്പോൾ അത് പൊന്തിയിരുന്നാൽ അതിന് അവിടെ വെക്കും. ഇപ്പം മുമ്പ് എനിക്ക് ചെയ്യുമ്പോൾ ഞാൻ ശരിയായോ എന്ന് നോക്കും. പിന്നെ തലയിൽ ഇവിടുന്ന് നടക്കില്ല, ഇതിവിടെ നടക്കില്ല, തലേന്ന് അറിയാമെങ്കിലേ ഉള്ളൂ. അതിങ്ങനെ കൊണ്ടുവന്നിട്ട് കവർ അടിച്ചു കൊടുക്കുന്നതാണ്. അത് ആശയത്തിന്റെ പണിയാണ്. അത് അവര് ആക്കി എല്ലാം കൂടെ അത് ഒന്നുണ്ടായാലും അത് എന്ത് തുണിയാണ് ഉപയോഗിക്കുന്നത്? സാധാരണ തോണം കട്ട കോട്ടൊന്നും. അത് എത്ര ഇതായിട്ടുണ്ടാവും? ഒറ്റ ഇതായിട്ടാണോ അല്ല 2-3 മടക്കാക്കി? ഒന്നും വേണ്ട, ഒന്ന് അരിച്ചിട്ട് അതിന്റെ മുകളിൽ വീണ്ടും വെക്കും. അങ്ങനെ എത്ര വെക്കും? 2-3 വെക്കും. 2-3 ഇത് ഇതിനിട്ട് കഴിഞ്ഞാൽ 2-3. ആദ്യത്തെ ഒരു കവർ ഉണ്ടാവും, അത് നോക്കൊന്നുമില്ല, ആരെയും ചുളിവലുണ്ടാവും. 3ാമത്തെ കവർ വെക്കുന്ന സമയത്ത്
തുണി ഇത് കടിച്ച് നിൽക്കുന്നതിന് വേണ്ടി അതിന് കവർ അധികമാക്കണം. അത് ശരി. ഉറപ്പ് കിട്ടാൻ ടൈറ്റ് ആയിട്ട് നിൽക്കണം. ടൈറ്റായിട്ട് നിൽക്കാൻ പറ്റും. അത് ഇപ്പം തൃച്ചമരത്ത് കഴിഞ്ഞതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുത്താൽ ഇക്കൊല്ലം കൊടുത്തു. അതെ, അച്ചോട്ടൻ ചെയ്തു കൊടുത്തന്നെ. ഒരു കൊല്ലം 2 പ്രാവശ്യം കൊടുക്കും. അത് വേറെ അമ്പലത്തിലും കൊടുത്തിട്ടുണ്ടോ? വേറെ അധികം അമ്പലത്തിൽ ഇല്ല. അത് ഉത്തരവാദിത്വം ചെന്നക്കാരും അത് എല്ലാ കൊല്ലം വേണ്ടി വരില്ല, മാറ്റേണ്ടി വരില്ല. ഇവിടെ മാറ്റണ്ട, ഇവിടെ എവിടെയും മാറ്റമില്ല. ആ മരത്തിന്റെ ഒന്നിന് മുഴുവൻ കവർ ഇട്ടാൽ കവർ മാത്രം പേഴ്ത്താൻ മാറ്റി കൊടുക്കും. കവർ മാറ്റി ഇവിടെ മാറ്റും, എല്ലാ കൊല്ലവും കവർ മാറ്റും. ഈ പിടിച്ചേക്കിലൊക്കെ മണ്ണിടും. ശാന്തിക്കാർ അമ്പലത്തിൽ തിരി വെക്കൊല്ലം കത്തി ഇത് കൊടുത്തെങ്കിൽ വരും. അപ്പൊ അതിന്റെ ഇവിടെ 10-14 ദിവസത്തോളം വേണല്ലോ അല്ലെ? ചില അമ്പലത്തിൽ ഒരു ദിവസമല്ലേ ഉപയോഗിക്കുള്ളൂ. ഇവിടെ 14 ദിവസം ഉപയോഗിക്കുന്ന ഇത് ഒന്ന് തന്നെ ആയിരിക്കില്ലേ? ഒറ്റ ഒന്നല്ലേ? അപ്പൊ അതെന്തായാലും ഒന്ന് എക്സ്ട്രാ കരുതി വെക്കും. അത് ശരിയാ. എന്തെങ്കിലും കാരണത്താൽ പറ്റിയിട്ടില്ലെങ്കിൽ അന്ന് വേണ്ടിയൊന്നും അന്നത്തെ ഒരു പിന്നെ ഉഷ്ണപീഠം ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. അതൊന്നും പൊതെടുത്ത് വെക്കും. ഉഷ്ണപീഠം അല്ല അതിന്റെ പേര്? ഉഷ്ണപീഠം. പീഠം. അപ്പോൾ അത് 2 വീഴ, 2 ഒരേ അളവിനാണ്. തലക്ക് കണക്കായി തളവാകും. കുറച്ച് ലൂസ്, ചില കുട്ടികൾ തലവെള്ളം കുറവ് ലൂസാവും. പക്ഷെ അതൊന്നും അത്ര പ്രശ്നമല്ല. ഈ തുണി കഷ്ടം ഉള്ളിൽ നല്ല വെക്കും, ഓരോ നല്ല കോഴി തോർത്ത് വെക്കും. അപ്പൊ അതാണ് മുറുക്കി നിർത്തും. അതാണ് മുറുക്കി നിർക്കും. തലക തോർത്തെല്ലാം വെച്ച് ഓർത്തി മറ്റേ പിന്നാട് നിൽക്കും. പിന്നെ അവര് പിടിച്ചിട്ടേ ഉഷ്ണപീഠം. ഇനി ഇതിപ്പോ ഇവിടുത്തെ അമ്പലത്തിലെല്ലാം കൊടുത്ത പല അമ്പലത്തിലും കൊടുത്തല്ലോ. കണ്ണൂർ ജില്ലക്ക് പുറത്ത്, കേരളത്തിന് പുറത്ത് പോയി അല്ല, കേരളത്തിന് പുറത്ത് കൊടുത്തിട്ടുണ്ടോ? കേരളത്തിന് അങ്ങനെ ആരും ആവശ്യപ്പെട്ടില്ല. ഇല്ല. കോഴിക്കോട് കൊടുത്തിട്ടുണ്ട്. അതെ, കോഴിക്കോട് കൊടുത്തിട്ടുണ്ട്. അതാ കോഴിക്കോട് ഡൽഹിയിൽ ഒരു മലയാള സമാജത്തിന്റെ ഒരു ക്ഷേത്രം, അയ്യപ്പ ക്ഷേത്രം. ഡൽഹിയിൽ അയ്യപ്പ ക്ഷേത്രം പുതുതായിട്ട് അവർ ആൾക്കാരെല്ലാം പോയ ശേഷം ഒരു ചെറിയ ക്ഷേത്രമാക്കി. വലിയ ക്ഷേത്രമല്ല, അമ്പലത്തെ നമുക്ക് കുടുംബത്തിനൊരു ക്ഷേത്രമുണ്ട്, അതേപോലെ ഒരു ചെറിയ ക്ഷേത്രം. അപ്പോൾ അവർക്ക് കൊടുക്കരുത്. അവ ഞാൻ അടിച്ചാലാണ് ഒരു കഴിഞ്ഞിൻ്റെ പോലത്തെ മരത്തിൻ്റെ ഒന്ന് ഉണ്ടാക്കി അവർ ഒരു മരത്തിന് മുമ്പിലേക്ക്, ബനാന മരത്തിന് മുമ്പിലേക്ക് ഒക്കെ കൊടുത്തു. മലയാളികളാണ്. ഇവിടെ കണ്ടത് ഇവിടുത്തെ മലയാളികളാണ്. ഈ ഇതിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് തന്നെ വീട്ടിൽ നിന്ന് തന്നെയല്ലേ ഇപ്പൊ ചെയ്യുന്നത്? എല്ലാം ചെയ്യുന്നല്ല. ഈ ഇത് കൊടിയേറ്റ സമയത്ത് ഈ കൊടുത്ത അമ്പലത്തില്, അച്ചോട്ടൻ തയ്യാറാക്കി കൊടുത്ത അമ്പലത്തിൽ കൊടിയേറ്റ സമയത്ത് പോവാറുണ്ടോ? ഇപ്പം കൊലയിൽ പോയില്ല. മറ്റേ കഴിയുന്ന സമയത്ത് പോകില്ല. ഈ മരത്തിന്റെ ഈ വീടിന്റെ മരുമോളി വീടാണ്. ഈ അട എന്നാൽ തിരച്ചിന്റെ തിരക്ക് അവിടെ പോയി നോക്കുമ്പോൾ ഒന്നും കാണില്ല. തൃച്ചമരത്തിന്റെ അല്ല, ഞാൻ ചോദിച്ചത് വേറെ അമ്പലത്തിൽ കൊടുക്കാറുണ്ടല്ലോ, അവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ ഞാൻ പോകുന്നില്ല. ചെറിയ ക്ഷേത്രത്തിൽ പോകും. ഒരു പ്രാവശ്യം പഴയങ്ങാടിൽ ഇപ്പോഴും പോകുന്ന വഴിക്ക് ഒരു ക്ഷേത്രമില്ല. ഇപ്പം മാടായിക്കാവ് കഴിഞ്ഞിട്ട് ഹനുമാരം ആടെ അടിക്കുമ്പോൾ ഞാൻ അടപ്പത്ത് പോകാൻ പോയി. കോഴിക്കോട് ഇതെല്ലാം എടുത്ത് ഞാൻ കാണാൻ പോയി. ഇത് ഒരു ദൈവികമായ ഒരു സംഗതിയാണല്ലോ ചെയ്യുന്നത്. എങ്ങനെയാണത് മനസ്സിനൊരു ഇത് തരുന്നത്? അങ്ങനെ ഒന്നും പറയില്ല. അത് എന്തായാലും രാവിലെ കുറിച്ചെടുക്കൽ വേറെ ഒന്നുമില്ല. അല്ല, മനസ്സിനൊരു സംതൃപ്തി എന്തായാലും അല്ല. ദൈവത്തിന്റെ ഒരു ഒന്ന് ചെയ്യും. ഒരു തുടങ്ങണേ പുതുതായിട്ട് ഒന്ന് തുടങ്ങുകയെന്ന് വെച്ചാൽ സിസ്റ്റം തമ്മിൽ പോയി ആദ്യം 50 ഉറുപ്പ്യക്ക് എത്രയേ ഉള്ളൂ. ഒരു 50 ഉറുപ്പ്യയിൽ പാൽപ്പായസം കഴിച്ചിട്ട് വഴിപാട് കറിയൊക്കെ വരും. അത് അവിടെ അത് ഇക്കൊല്ലും ഈ അടിക്ക് ഞാനും ചെയ്തിന്. തുടങ്ങുന്നതിന് മുമ്പേ ഓടിപ്പോയി, മറന്നുപോയി. 10 മണിക്ക് എത്ര മണിക്കായി ഞാനിപ്പം പായസം തീർന്നു അതിനോട് ഇതുവരെ അമ്പലത്തിൽ ഇപ്പം ആൾ പറഞ്ഞു ഇന്ന പായസം ശീലിച്ചു പോയി എല്ലാം കഴിഞ്ഞല്ലോ എത്തുവരെ ഞാൻ പറഞ്ഞില്ല. ഞാൻ പോയിട്ട് പായസം പറഞ്ഞു, എനിക്ക് പായസം പറഞ്ഞാൽ കിട്ടും. പായസം എല്ലാം പുറത്ത് കൊടുത്തേനു തീർന്നു എന്ന് പറയില്ല. എനിക്കന്നേ സാധിക്കാതെ തരും. അകത്ത് സാധിക്കാൻ ഇപ്പോൾ അവർക്ക് എടുത്തു. അതിൻ്റെ അത്യാവശ്യം പായം തരും. കൊടിയാണല്ലോ അവിടെ പറക്കുന്നത്. അപ്പൊ കൃഷ്ണനും അറിയാലോ അത്. അവ പോവും, അങ്ങനെ കിട്ടും.
പായസം നിർബന്ധം ഇത്ര പായസം കഴിച്ചാൽ ഞാൻ പറയും നിങ്ങൾ പിറ്റ തന്നാൽ മതി, ഇല്ലെങ്കിൽ സാരമൊന്നുമില്ല. ഈ ഒരു മെഷീൻ എത്ര പ്രായം ഉണ്ടാവും? ഈ മിഷൻ അധികം പ്രായം ആയിക്കാം. ഇല്ല, ഞാൻ ഇത് ഒരു 75 വയസ്സിൽ കൊല്ലത്തിന് പഴക്കമുള്ളത്, 75 വയസ്സിൽ മേലെ പഴക്കമുള്ളത്. ഞാൻ വാങ്ങിയത് അതേ പഴക്കമുള്ള ഇത് സിംഗറല്ല. ആ സിംഗർ ഇപ്പം വീട്ടിലുണ്ട്. വീടിയില്ല, ഞാൻ പണിയെടുത്ത പീടിയിലുണ്ട്. എനിക്കൊരു പീടിയില്ല. ആ പീടി എപ്പോഴും ഉണ്ടോ? നിലവിലുണ്ടോ ആ പീടി? എപ്പോഴും അവിടെ ഉണ്ടോ? സ്റ്റേറ്റ് ബാങ്കിന്റെ മുമ്പിൽ. അതെയാ? ഓ, അത് ശരി. ഇപ്പൊ ഇവിടെ നിന്നില്ലേ മോനാണ് നോക്കുന്നത്. ആ മിഷൻ സ്റ്റേറ്റ് ബാങ്കിൽ ആ മിഷൻ പീടിയയിൽ ആ മിഷൻ. ആ പീടിയയിൽ ഇപ്പൊ എന്താ ഉള്ളത്? തുണി ഷോപ്പാണോ? പൂജാ സാധനങ്ങൾക്ക് അതിന്റെ മിഷൻ അവിടെ ഉണ്ട്. അപ്പൊ ഈ ഒരുപാട് കൊടിക്കൂറകള് മറ്റേ ഉഷ്ണ അല്ല, കൊറേ കൊടിക്കൂറ ഇല്ല. ഇതൊരു 10 കൊല്ലത്തെ 15 കൊല്ലത്തെ ഇപ്പം അത്ര അനുഭവം കൊണ്ടതാണ്. മറ്റേതാണ് പണ്ടത്തെ ഒരു പഴയ മിഷൻ, സിംഗർ മിഷൻ ഞാൻ വാങ്ങിയതാണ്. അതിനാ തുടങ്ങിയത്. അതിന് ഒരിക്കലും പോവില്ല. അതിപ്പോ ഉപയോഗിക്കാറില്ല. ഇല്ല, അത് ഉപയോഗിക്കാറില്ല. മുല കഴിക്കാൻ ഇങ്ങനെ എടുക്കാൻ പറഞ്ഞു, ഒന്ന് ഇടയ്ക്കിടയ്ക്ക് വീഴ്ച നോക്കണിച്ചിട്ട് എടുത്തിട്ട് കൊള്ളാം. അതെന്തായാലും എവിടെയും കൊടുക്കൂല, അതിങ്ങനെ സൂക്ഷിക്കും. കൊടുക്കുന്ന എപ്പോഴാണ് എനിക്ക്. അതെ, അത് ആദ്യം തുടങ്ങിയതല്ലേ? ഇല്ലല്ലേ? തുടങ്ങിയത് ഞാൻ വന്നു പോയി. എനിക്ക് എല്ലാം ഞാൻ പഠിപ്പിച്ച ശേഷം പോകുമ്പം ഞാൻ വേറെ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ പറഞ്ഞ് പോയിക്കോ, എടുത്തോളൂ, ഒന്നും വിഷമമില്ല, സന്തോഷമേ ഉള്ളൂ. ഇപ്പോൾ എന്നപ്പോൾ നമ്മൾ 2 ദിവസം കഴിഞ്ഞാൽ പോയി ആയിക്കോട്ടെ സമയം പറഞ്ഞു. വേറെ മെഷീൻ എനിക്കുണ്ട്. ആ ഒരു മെഷീൻ, ഈ സ്റ്റാൻഡോട് കൂടിയ മെഷീൻ, ഒരു നല്ല കത്തിരയുണ്ട്. ഇതുപോലത്തെ കത്തിര ഉണ്ടാക്കുന്ന വാങ്ങുന്നതിലാണ് ഉണ്ടാക്കുന്ന ആ കത്തിരികളും അവനെ കൊടുത്തു. മെഷീൻ എടുത്തു, ഓരോരുത്തർ പിടിച്ചോ പറഞ്ഞു. അവൻ പിടിച്ചത് ഞാൻ ഇതിനെ കൈയാളക്കി കൊണ്ടുപോയിക്കോ. വേറെ മെഷീൻ അന്നത്തെ ഞാൻ പണിയെടുത്തു കൊടുക്കുന്ന 2 മെഷീൻ മറ്റേത് ശിഷ്യന് പഠിക്കാൻ വേണ്ടി കൊടുത്ത ഒരു മെഷീനുണ്ട്. ആ മെഷീൻ അവന് കൊടുത്തു. ഈ ശിഷ്യൻ എന്ന് പറയുമ്പം ഈ കൊടിക്കൂറ തുന്നാൻ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? കൊടിക്കൂറ ഓൻ തോന്നിയപ്പം തുന്നുന്നുണ്ട്. എന്നാ പേരെന്നാ ശിഷ്യന്റെ പേര്? ലക്ഷ്മണൻ. ഇവിടെ തന്നെ തളിപ്പറമ്പ്? അല്ല, മഴൂരാണ്. ഇതേപോലെ തുന്നി കൊടുക്കുന്നുണ്ടല്ലോ? തുന്നി കൊടുക്കും, പറഞ്ഞു കൊടുക്കും. ഇടയ്ക്കാനിപ്പം ഇതിപ്പം ഞാൻ തന്നെ അടിച്ച ഒന്നും സഹായിച്ചില്ല. ഞാൻ തിരുത്തമ്പത്ത് അമ്പലത്തിൽ കൊടുക്കാനാവില്ല. അത് 27 ഇഞ്ച് വലിപ്പമുണ്ട്. ഇത് 17 ഇഞ്ച്, 18 ഇഞ്ച്. അത് 27. എനിക്ക് എന്ത് കഷ്ടപ്പെട്ടാലും ഇത് നീ 27 ഇഞ്ച് എനിക്ക് ഇവിടുന്ന് കിട്ടണ്ടേ? ഓ, ഇതിന്റെ മെഷീന്റെ അത് കിട്ടണം. എനിക്കാവില്ല. അവരടിക്കാൻ ഒന്നേരം വരും. ഇവിടെ ഇതെല്ലാം ചെയ്തു വെക്കും. പക്ഷെ ഈ രണ്ടാമത്തെ ജോയിൻ്റ് ചെയ്യാൻ സാധ്യമാവില്ല. അത് ചെയ്യാനാകുമ്പം മോനെ വരാൻ പറയും. ഓൻ ഇങ്ങനെ ഇരിക്കുന്നതിലും ഇങ്ങോട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് കാല് ഇങ്ങനെ ഓൻ ഇങ്ങനെ ശരിക്കും ഇങ്ങോട്ട് തുടങ്ങും. ഓൻ നയിക്കാനാവും. എനിക്ക് ആവില്ല. ഇപ്പം ആവില്ല. പണ്ടങ്ങനെ ചെയ്യലുണ്ട്. ഈ ഉത്സവത്തിന്റെ സമയമാകുമ്പോ അങ്ങനെ വല്ലാതെ തിരക്ക് വരാറുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. ഇവിടുത്തെ ഉത്സവ സമയത്ത് 2-3 തന്നെ വരലുണ്ട്. അത് മകരം മുതൽക്ക് ഏത് ഉത്സവം മകരത്തിനെ തുടങ്ങില്ല. മകരമാസം. പക്ഷെ ഇത് നേരത്തെ ആളുകൾ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തു വെക്കാറില്ല. അല്ല, ഈ തിരുച്ചമ്പരത്തെ ഇങ്ങനെ ബുക്കിംഗ് ആയല്ലോ. ആ സമയമാകുമ്പോ ചെയ്യൂല. ആ സമയമാകുമ്പോഴേ ചെയ്യുള്ളൂ. അല്ല, നേരത്തെ ചെയ്തു വെക്കൂല. 10-12 ദിവസം മുമ്പേ ചെയ്യൂ. അതിനുമ്പേ ചെയ്യും. ഞാനിവിടെ ചെയ്തു വെച്ചു. അവർക്ക് പോയി എന്തെങ്കിലും കാണിച്ചാൽ അതിന് വല്ല അഴുക്കോ പറ്റി ഞാൻ ടീമിനെ കൊണ്ടുപോകുന്ന കച്ചോട്ട ഇതെന്താ ഈ മണ്ണാൻ്റെല്ലോ ഇവിടെ എണ്ണ പറ്റില്ലല്ലോ എന്നുള്ള പറഞ്ഞ് എൻ്റെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സമയം ഉണ്ടാവില്ല. അതിന് ദിവസമുണ്ട്. ആ സമയം ചെയ്യും. എത്ര വയ്യാലും ഒരാഴ്ചക്ക് അപ്പുറം പോവില്ല. അതിന് ചെയ്യും.